ഹലോ ഹായ് ഫ്രണ്ട്സ്, ഡി ടെച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ CRT TV-യിൽ. സാധാരണ ഈ പെട്ടിപോകാത്ത TV-യിൽ നമ്മുടെ സൺമാക്സ് ആൻഡ്രോയിഡ് സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിക്കാനാവുമെന്ന്, അതുകൂടാതെ സ്റ്റാർ 4K ചാനലൊക്കെ അതിൽ പ്ലേ ചെയ്യാനാവുമോ, അത്തരത്തിൽ ഒരുപാട് കമൻറ്റുകളായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും കമൻറ്റ് മറുപടി ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് CRT TV-യിൽ നമ്മുടെ സൺമാക്സിൻ്റെ 4K സെറ്റ് ടോപ്പ് ബോക്സ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എൻ്റെ LED TV-യിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ LCD-യിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് അതുപോലെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉപയോഗിക്കുന്നത്, അതുപോലെ സൺമാക്സിൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോകളും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അല്ലെങ്കിൽ ചാനൽ പേജ് സന്ദർശിക്കുക. ഇന്ന് നമുക്കൊരു സാധാരണ TV-യിൽ CRT TV-യിൽ നമ്മുടെ സൺമാക്സ് ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിത് ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. എല്ലാ വീട്ടിലും നമുക്ക് സൺ ഡയറക്റ്റ് ഉണ്ടായിക്കോളുന്നില്ല, അതുപോലെ CRT TV ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ഞാനിന്നൊരു വീട്ടിൽ പോയിട്ട് സൺഡേൻ്റെ കണക്ഷനുള്ള വീട്ടിൽ പോയി അവിടെ ഞാൻ നമ്മുടെ CRT TV-യിലേക്ക് എൻ്റെ സൺമാക്സിൻ്റെ 4K സെറ്റ് ബോക്സ് കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാണ്. TV ഒരുപാട് പഴക്കമുള്ള TV-യാണ്. ഞാനിവിടെ AV-ൻ്റെ ഔട്ടിലാണ് അവിടെ HD ബോക്സിൽ വരുന്ന കേബിളാണ് ഉപയോഗിക്കുന്നത്. ബോക്സിന് പിന്ന് വരുന്ന കേബിളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ TV-യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് കാണാം. CRT TV-യിൽ നല്ല അടിപൊളിയായിട്ട് സൺമാക്സ് ഓപ്പണായി വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ 4K മറ്റ് ചാനലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വീഡിയോകൾക്കും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽബട്ടൺ അമർത്തുക, തുടർന്ന് ഓളൊന്നും സെറ്റ് ചെയ്യുക. എങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കുന്നതാണ്. TV-യിൽ പിക്ചർ ക്വാളിറ്റി കുറയാൻ കാരണം ഞാൻ എൻ്റെ സെറ്റിങ്സിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ TV-യിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കരുതിയിട്ട് ബിറ്റ് കുറച്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 8 ബിറ്റാണ് സെലക്ട് ചെയ്തത്. അതുപോലെ 6 GB ആണ് സെലക്ട് ചെയ്തത്. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ് പോയിട്ട് സെറ്റിങ്സ് പോയി ഞാൻ ചെയ്തതാണ്. അത് വേണ്ടി വരില്ല, ഞാൻ അത് ആ TV-യിൽ വർക്ക് ചെയ്തില്ലെങ്കിലും കരുതിയിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സാധാരണ TV നല്ല അടിപൊളിയോടെ ബാക്ക്ഗ്രൗണ്ട് കാണാം. 4K ചാനൽ അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ചാനലും നല്ല കീഴിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CRT TV-യിൽ വർക്ക് ചെയ്യുന്നുള്ള കമൻറ്റുകൾ താഴെ റിപ്ലൈ വന്നുകൂടി നോക്കാം. സാധാരണ TV ഉള്ളവർക്ക് എന്തിനാണ് ഒരു ആൻഡ്രോയിഡ് ബോക്സ് എന്ന്, പക്ഷെ അതിൻ്റെ മറുപടി ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് നോക്കാം. യൂട്യൂബ് ഉപയോഗിക്കാനാണ്, അതുപോലെ പെൻഡ്രൈവ് ഉപയോഗിച്ച് സിനിമ കാണാനാണ്, നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കാനാണ്, സൺ നെക്സ്റ്റ്, സൺ ഗോ, അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ സൺമാക്സിൻ്റെ 4K സെറ്റ് ടോപ്പ് ബോക്സിലുണ്ട്. അതുപോലെ 5.1 ഉപയോഗിച്ചിട്ട് നല്ല സൗണ്ടിൽ ചാനൽ കാണാൻ, അത്തരത്തിലാണ് അവർ റിപ്ലൈ ഒക്കെ കൊടുത്തത്. അപ്പോൾ സാധാരണ TV ഉള്ളവർക്കും നല്ല അടിപൊളിയായിട്ട് സൺമാക്സിൻ്റെ 4K സെറ്റ് ടോപ്പ് ബോക്സ് ഉപയോഗിക്കാനാവും. പിന്നെ ഞാനിതിൽ പിക്ചർ ക്വാളിറ്റി ലോ ക്വാളിറ്റി ആക്കിയിട്ടാണ് ഞാൻ ആ വീട്ടിൽ പോയത്. അഥവാ ആ വീട്ടിൽ പോയിട്ട് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ നമ്മുടെ സൺമാക്സ് 4K സെറ്റ് ടോപ്പ് ബോക്സിലെ ഏറ്റവും ലോ പിക്ചർ ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ടാണ് ആ വീട്ടിൽ പോയത്. അതിൻ്റെ ആവശ്യം വരില്ല, നമുക്ക് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ് മാക്സിമം പിക്ചർ ക്വാളിറ്റി കൊടുക്കാം. അഥവാ കിട്ടുന്നില്ലേ മാത്രം നമ്മുടെ പിക്ചർ ക്വാളിറ്റി സെറ്റിങ്സ് പോയിട്ട് മാറ്റം വരുത്തിയാൽ മതി. ഞാനിതിൽ 8 ബിറ്റും അതുപോലെ 6 GB ആണ് സെലക്ട് ചെയ്തത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.